എന്തായാലും ബിഗ് ബോസ് തിരിച്ചു വരികയാണ്. ഈ ഒരു ഓഗസ്റ്റിലാണ് ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ പ്രമുഖമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, നല്ല ചുമലൊക്കെ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്ന ആളുകളെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നതെന്ന്. എന്തായാലും കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ ബബ്ബ നമുക്കറിയാം മോഹൻലാൽ ക്യാമിയോ റോൾ ചെയ്യുമെന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതുപോലെ ദിലീപിൻ്റെ കപ്പ് ബാക്ക് മൂവി ആയിരിക്കും ഇതെന്ന് പലരും പറയുന്നുണ്ട്. പുള്ളി എവിടെ പോയി എന്നുള്ള വളിപ്പ് ചോദ്യങ്ങളുമായിട്ട് വരരുത്. അതായത് പുള്ളി എന്താ പറയുക, ഒരു ഫീൽഡ് ഔട്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു തിരിച്ചുവരവിൻ്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ബബ്ബ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം വമ്പൊരു തിരിച്ചുവരവ് തന്നെ നടത്തുമെന്ന് വിചാരിക്കാം. ഗോകുലം മൂവീസാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിന്ന് പ്രതീക്ഷിക്കാം. ഗോകുലം മൂവീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 സിനിമകളാണ് ഇനി വരാൻ പോകുന്നത്. ഒന്ന് ബബ്ബയും മറ്റൊന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക കത്തനാർ എന്ന് പറയുന്ന സിനിമ ജയസൂര്യയുടെയും. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ 2 വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് കത്തനാറിന് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം അതിൻ്റെ കുറച്ച് മൂമെൻറ്റ്സ് നമ്മുടെ ഒരു ടീസർ പോലെ നമ്മുടെ എന്താ പറയുക തിയേറ്ററിലൊക്കെ ഇടുമായിരുന്നു പണ്ട് ഞാൻ ആൻ്റണിയൊക്കെ കാണാൻ പോയ ടൈമിൽ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു സിനിമ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉറപ്പായിട്ടും ഞാൻ കാണാൻ പോകുന്ന സിനിമ കത്തനാറായിരിക്കും.